ഞാൻ എന്റെ ഭർത്താവ് നമ്മൾ ഇപ്പൊ 8 വർഷം, ഇത് 8ാമത്തെ ക്രിസ്മസാ. ഞാനും എന്റെ ഭർത്താവ് തമ്മിൽ പിരിയുള്ള കാരണം അറിയാം. അപ്പോഴായിട്ട് പറഞ്ഞുതരാം. സെക്സ് ആണ് കാരണം. സെക്സ് തന്നെയാണ് കാരണം. ഞാനും ഹസ്ബൻഡും പിരിയുന്നുണ്ടെങ്കിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ സെക്സിൽ ഒരു കാരണം കൊണ്ടാണ് ഞങ്ങൾ പിരിഞ്ഞിക്കുന്നത്. പക്ഷെ അപ്പോഴാണ് ഞാൻ പറയാ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പുള്ളിക്കാരന് ഇഷ്ടമാണ്. ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരന് മേസിൽ പണിയാ, അതായത് ഒരു വീട് പണി തേക്കുക, ടൈലിടുക, ആ പണിയാ. പണിക്കൊക്കെ പോകും. ഉള്ളത് ഓപ്പണായിട്ട് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്താൻ പാടില്ല. ഓള് ഓപ്പണായിട്ട് പറയാൻ പാടില്ല, ട്രോള് വരരുത്. പോടാ. പുള്ളിക്കാരെ പണിക്കൊക്കെ പോകും. എല്ലാ ദിവസവും പണിക്ക് പോകും. പണിക്ക് പോയിക്കുമ്പോ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി എല്ലാം പണിക്ക് പോകും. വരിപ്പോ ശനിയാഴ്ച വൈകുന്നേരം കൂലി കിട്ടും. ആ പൈസ ഫുള്ളും എന്റെ കൊണ്ടുതരും. 1 രൂപ പോലും കുറയ്ക്കാണ്ട് 800 വെച്ച് 1000 രൂപ കൂലി ഉണ്ടെങ്കിൽ ഡെയിലി എനിക്ക് കൊണ്ടുതരും. ഉള്ളത് പറയണല്ലോ കേട്ടോ, കുറ്റപ്പെടുത്താൻ പാടില്ല. കൊണ്ടുതരും. എന്നെ നോക്കിയിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. നോക്കിയിട്ടുണ്ട്, പൊന്നു വരെ നോക്കിയിട്ടുണ്ട്. ഡ്രസ്സിന് ഡ്രസ്സ്, മക്കളെ നോക്കിയിട്ടുണ്ട്, എന്നെയും പൊന്നു വരെ നോക്കിയിട്ടുണ്ട് എല്ലാം. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം ഞങ്ങള് യോജിപ്പല്ല. ഞാനൊരു പ്രത്യേക ക്യാരക്ടറാണ്. അതെങ്ങനെ പറയാ, എന്റെ ക്യാരക്ടർ എന്താണെന്നറിയോ? പുള്ളി മദ്യപിക്കും. എന്റെ കെട്ടിയ മദ്യപിക്കുമ്പോൾ പുള്ളിയുടെ ലെവല് വേറെയാ. പുള്ളിക്ക് സംശയവും കൂടുതലാ. അത് മദ്യപിച്ച് കഴിയുമ്പോൾ പുള്ളിക്ക് എപ്പോഴും വേണം. എനിക്കത് താല്പര്യമില്ല. കാരണം ഞാൻ എങ്ങനെ പബ്ലിക്കായിട്ട് പറയാത്? പബ്ലിക്കായിട്ട് പറയാൻ പറ്റത്തില്ല കേട്ടാ. അതാണ് അതിൽ ഞാൻ യോജിപ്പല്ല. പറയാൻ പറ്റത്തില്ല കേട്ടാ, പ്ലീസ്. പബ്ലിക്ക് പറയാൻ പറ്റത്തില്ല. അത് ഒരു വട്ടം ഞാൻ ക്ഷമിച്ചു, 2 വർഷം ക്ഷമിച്ചു. എനിക്ക് പറ്റൂല. പുള്ളി നോക്കൂട്ടോ, പൊന്നുവരെ നോക്കും. ഒരാൾക്ക് പോലും നമ്മൾ വിട്ടു